Hi, welcome to my channel Mathematics Made Easy by Mary MJ. ഇന്ന് നമ്മൾ +1 ഫോക്കസ് ഏരിയ 15th ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഫോക്കസ് ഏരിയയിൽ വരുന്ന പാർട്ട് ഏതൊക്കെയാണെന്ന് പറയാം. ഒന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് പിന്നെ ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ് വേരിയൻസ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ മീഡിയൻ ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഫോക്കസ് ഏരിയയിൽ വരുന്നില്ല. ഫോക്കസ് ഏരിയയിൽ വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും മാത്രമാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും മൂന്ന് ഡിഫറെൻറ്റ് ഇതിൽ വരുന്നുണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓരോ നമ്പേഴ്സായിട്ട് തരില്ലേ, ഇൻഡിവിജ്വൽ നമ്പേഴ്സായിട്ട്. ഇപ്പോൾ 6, 8, 9, 10, 15 എന്നൊക്കെ പറഞ്ഞ് തരുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കണ്ടുപിടിക്കുന്നത്? അത് ഒന്ന്. അതിനാണ് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി. അതിൽ ഫ്രീക്വൻസി ഉണ്ടാവില്ല, ഇൻഡിവിജ്വലായിട്ട് മാത്രം നമ്പേഴ്സ് ഇങ്ങനെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ എന്തുണ്ടാവില്ല, ഈ എക്സ് വാല്യൂ ഫ്രീക്വൻസി ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവില്ല. കുറച്ച് ഇൻഡിവിജ്വലായിട്ട് കുറച്ച് ഡിസ്ട്രിബ്യൂഷൻസ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഫോർ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള കേസിന് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കാണണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടെ അറിയണം, മീൻ അറിയണം. മീൻ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ അറിയുന്ന ഒരു കാര്യമാണ്. മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇൻഡിവിജ്വലായിട്ട് തരികയാണെങ്കിൽ എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതായത് സിഗ്മ XI. സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. സിഗ്മ മീൻസ് ഇറ്റ് ഇസ് എ സം ഓഫ് ഓൾ ദ ഒബ്സർവേഷൻസ്. എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അതാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ സിഗ്മ XI എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് താഴെ എഴുതുക. അങ്ങനെയാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത്, അല്ലേ? ഇപ്പം മീൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേരിയൻസ് കാണാം. അപ്പോൾ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ സ്ക്വയർ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ്, വേരിയൻസിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ XI മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. അപ്പോൾ സിഗ്മ XI മൈനസ് എക്സ് ബാർ എന്ന് വെച്ചാൽ ഈ എക്സ് ബാർ കണ്ടതിന് ശേഷം ഓരോ XIന്നും ഓരോ വാല്യൂസിൽ നിന്നും മീൻ സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ സമ്മ് കണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് നമുക്ക് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഫോർമുലാസ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ വേരിയൻസ് കാണുന്നത് ഇങ്ങനെയാണ്. അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. ഈ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ അതിന് ഇവിടെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ. അപ്പോൾ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് സിഗ്മ XI മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ n. അപ്പോൾ ഇതാണ് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തതാണ് ഫോർ അൺഗ്രൂപ്ഡ് ഡിസ്ക്രീറ്റ് സീരീസ്. അൺഗ്രൂപ്ഡ് എന്ന് പറയുമ്പോൾ XIയും FIയും തന്നിട്ടുണ്ടാവും. അപ്പോൾ സെക്കൻഡ് കേസാണ് ഫോർ അൺഗ്രൂപ്ഡ് ഓർ ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പോൾ ഇത് ഏത് ടൈപ്പാണിത്? ഡിസ്ക്രീറ്റ് എന്ന് പറയുമ്പോൾ XI തന്നിട്ടുണ്ടാവും, ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. XI 3, 4, 5, 6, ഫ്രീക്വൻസി അതിനനുസരിച്ച് 2, 4, 3, 2. അപ്പോൾ ഇതിനെയാണ് ഡിസ്ക്രീറ്റ് കേസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് അല്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ മീൻ കാണുന്നത്? എല്ലാവർക്കും അറിയാമല്ലോ, മീൻ എന്ന് പറയുമ്പോൾ സിഗ്മ XI FI അല്ലെങ്കിൽ FI XI ഡിവൈഡഡ് ബൈ സിഗ്മ FI. ഇങ്ങനെയാണ് ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കുക. ഇനി മീൻ കണ്ടതിന് ശേഷം നമ്മൾ എന്ത് കാണണം? നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ പോലെ വേരിയൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല
വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ, അതാണ് അതിൻ്റെ നൊട്ടേഷൻ. അപ്പം നേരത്തെ ചെയ്തപ്പോൾ ഞാൻ അവിടെ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്നായിരുന്നു എഴുതിയത്. ഇപ്പോൾ ഇവിടെ ആകെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഫ് ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, ഫ്രീക്വൻസിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഫോമിൽ ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ഐ ആണ് കേട്ടോ. ടോട്ടൽ ഫ്രീക്വൻസിക്കാണ് നമ്മൾ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേരിയൻസിൻ്റെ ഫോർമുലയിൽ ആകെ ചെയ്തത് എന്താണ്? ഇതിനെ നമ്മൾ ഫ്രീക്വൻസിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എഫ് ഐ ഉള്ളതുകൊണ്ട് എഫ് ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാൻ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോഴോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് സിഗ്മ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് variance, that is root of sigma fi into xi minus x bar whole square whole divided by n. അപ്പോൾ ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഫോർമുലയും കൂടെ ഇതിനെ എഴുതാം, ദാറ്റ് ഈസ് റൂട്ട് ഓഫ്. അപ്പം ഇതാണ് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമുള്ളൊരു ഫോർമുലയാണിത്. ഇനി അതല്ലെങ്കിൽ സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ എൻ ഹോൾ സ്ക്വയർ. ഈ രണ്ട് ഫോർമുലയും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഈ ഫോർമുല ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. കാൽക്കുലേഷൻസ് സ്ക്വയറൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ വലിയ കാൽക്കുലേഷൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വേരിയൻസും സിഗ്മയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കുന്നത്. അത് അൺഗ്രൂപ്ഡ് ഓർ ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പോൾ അത് ഏത് ടൈപ്പാണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഫോർ ഗ്രൂപ്ഡ് ഓർ കണ്ടിന്യൂസ്. ഫോർ ഗ്രൂപ്ഡ് ഓർ കണ്ടിന്യൂസ്. അപ്പോൾ ഈ ഗ്രൂപ്ഡ് ഓർ കണ്ടിന്യൂസിന് സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. പക്ഷേ അത് കുറേ കാൽക്കുലേഷൻസ് വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ കുറച്ചൊരു ഫോർമുലയിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്ഡ് ഓർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ക്ലാസ് ഇൻ്റർവൽ വരുന്ന ഒരു ടൈപ്പാണ്. ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുമ്പോൾ ക്ലാസ്സസ് തന്നിട്ടുണ്ടാവും. 0 to 10, 10 to 20, 20 to 30, 30 to 40 ഇങ്ങനെ ക്ലാസ്സസ് തന്നിട്ടുണ്ടാവും. പിന്നെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് 2, 4, 6, 7. അപ്പോൾ ഇതിനെയാണ് ഗ്രൂപ്ഡ് ഓർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ ചെയ്ത അതേ ഫോമിൽ ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്യാം. എങ്ങനെ? എക്സ് ഐ തന്നു കഴിഞ്ഞാൽ എക്സ് ഐ എന്ന് പറയുന്നത് ഇതിൽ എക്സ് ഐ കണ്ടുപിടിക്കാം. എക്സ് ഐ എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് വാല്യൂസിനാണ് എക്സ് ഐ എന്ന് പറയുന്നത് 5. ഇതിൻ്റെ മിഡ് വാല്യൂ 15, 25, 35. പിന്നെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷേ അതല്ലാതെ നമുക്ക് വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതായത് ഫോർ ഗ്രൂപ്ഡ് ഓർ കണ്ടിന്യൂസ് കേസിന് നമുക്ക് മീൻ കണ്ടുപിടിക്കാം. മീൻ കണ്ടുപിടിക്കണമെങ്കിൽ എ പ്ലസ് ഈ എ എന്ന് പറയുന്നത് എസ്യൂംഡ് മീനാണ്. നമ്മളൊരു മീൻ എസ്യൂം ചെയ്യുക പ്ലസ് സിഗ്മ എഫ് ഐ യു ഐ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എച്ച്, വേർ ui is equal to xi minus a divided by h. അവിടെ a എന്ന് പറയുന്നത് assumed mean ആണ്. assumed mean. അപ്പോൾ assumed mean എന്ന് പറയുമ്പോൾ അത് ഞാൻ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ assumed mean എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, സിഗ്മ എഫ് ഐ യു ഐ ബൈ എൻ, ഇതൊക്കെ ഞാൻ അവിടെ കാണിച്ചു തരാം. അതിൽ ഓരോന്ന് എന്തിനു ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞുതരാം. എ assumed mean, പിന്നെ യു ഐ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ എക്സ് ഐ മൈനസ് എസ്യൂംഡ് മീൻ ബൈ എച്ച്. എച്ച് ഇസ് ദ ക്ലാസ് ഇൻ്റർവൽ. ക്ലാസ് ഇൻ്റർവൽ ആൻഡ് യു ഐ ഇസ്, അപ്പോൾ യു ഐ കണ്ടുപിടിക്കാൻ എക്സ് ഐ മൈനസ് എസ്യൂംഡ് മീൻ ബൈ ക്ലാസ് ഇൻ്റർവൽ ചെയ്ത് കഴിഞ്ഞാൽ യു ഐ കിട്ടും. ആ യു ഐ നമ്മൾ എഫ് ഐൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫ്രീക്വൻസി സിഗ്മ എഫ് ഐ അതിൻ്റെ കൂടെ ഡിവൈഡ് ചെയ്ത് ഇൻറ്റു ക്ലാസ് ഇൻ്റർവൽ ചെയ്ത് എസ്യൂംഡ് മീനിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മീൻ കിട്ടും. ഇത് ഈ പറയുന്ന പോലെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല, സിമ്പിളാണ്. നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആക്കാം. പിന്നെ അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ.
ഇനിയിപ്പോൾ ഈ ഫോർമുല ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നേരത്തെ ചെയ്ത ഫോർമുലയിൽ വെച്ചിട്ട് തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ വേറൊരു ഫോർമുലയുണ്ട്, h/n ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ I is equal to 1 to n fi ui square minus sigma fi ui whole square. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ യു ഐ ഒക്കെ നമ്മൾ ഇവിടെ കാണുന്ന അതേ യു ഐ തന്നെയാണ് കേട്ടോ ഇവിടേക്ക് എടുക്കേണ്ട യു ഐ. അപ്പോൾ ഫോർമുലയിൽ മാത്രം ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. അതേപോലെ വേരിയൻസ് എന്ന് പറയുമ്പോഴോ അതിൻ്റെ സ്ക്വയറാണ് വേരിയൻസ്. അപ്പോൾ വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു എൻ ഇൻറ്റു സിഗ്മ എഫ് ഐ യു ഐ സ്ക്വയർ മൈനസ് സിഗ്മ എഫ് ഐ യു ഐ ദ ഹോൾ സ്ക്വയർ. അതിൻ്റെ സ്ക്വയറാണ് വേരിയൻസ്. വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം ഇത്രയാണ് 3 കേസാണ് വരുന്നത്. ഒന്നാമത്തെ കേസാണ് ഫോർ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അതിൽ മീൻ കാണുന്നത് ആഡ് ചെയ്യുക, ബൈ എൻ ചെയ്യുക. വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലാണെങ്കിലും അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ എക്സ് ഐയും എഫ് ഐയും തന്നിട്ടുണ്ടാവും. അപ്പോൾ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ എഫ് ഐയും കൂടെ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറിൻ്റെ കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. ഫോർ ഗ്രൂപ്പ്ഡ് ഡാറ്റയ്ക്കാണെങ്കിലും നമുക്ക് ഇതേ ഫോർമുല യൂസ് ചെയ്യാം. പക്ഷേ ഇതിനേക്കാളും എളുപ്പമുള്ളതാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ ഒരു മെത്തേഡും കൂടെ പറയുന്നത്. ഇതിന് ശരിക്കും പറയാം നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് എന്നാണ് പറയുന്നത്. കാരണം കാൽക്കുലേറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ശരിക്കും ഇത്. അപ്പോൾ അത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഇനി ഈ ഒരു ഇതിനകത്ത് ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് വെച്ചാൽ എത്രമാത്രം സ്ഥിരതയുണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ്. ഏതിനാണ് കൂടുതൽ സ്ഥിരത, ഏത് വാല്യൂ ആണ് കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്, അധികം വേരിയബിൾ അല്ലാത്തത്, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സിഗ്മ ബൈ എക്സ് ബാർ. ഈ സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. സോ അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. അപ്പോൾ ഒരുപാട് മാറുകയാണെങ്കിൽ ഗ്രേറ്റർ രണ്ട് ഇത് തരും, അതായത് 2 ടേബിൾ തരും. എന്നിട്ടാണ് നമ്മളോട് ചെയ്യാൻ പറയുക. അപ്പോൾ 2 ടേബിൾ തന്ന് അതിനെ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 എണ്ണത്തിൻ്റെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ടൈം പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സിഗ്മയും എക്സ് ബാറും തന്നിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാനേ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോബ്ലംസിലേക്ക് കടക്കാം. ഫൈൻഡ് ദ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ്. കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മീൻ കാണാൻ വേണ്ടി എക്സ് ബാർ ഇസ് ഈക്വൽ ടു എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതായത് 6 + 7 + 10 + 12 + 13 + 4 + 8 + 12 ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്ര ഉണ്ട് ഇവിടെ? 3, 4, 5, 6, 7, 8 ഒബ്സർവേഷൻസ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 72 ആണ് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ 8 വിച്ച് ഇസ് ഈക്വൽ ടു 9. അപ്പോൾ എക്സ് ബാർ കിട്ടി, മീൻ കിട്ടി. ഇനിയാണ് നമുക്ക് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണേണ്ടത്. അപ്പോൾ ഞാനിവിടെ കോളമായിട്ട് തന്നെ എഴുതുക. എക്സ് ഐയും നെക്സ്റ്റ് എക്സ് ഐ മൈനസ് എക്സ് ബാർ, നെക്സ്റ്റ് കോളത്തിൽ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് ഐ തന്നിരിക്കുന്നത് 6, 7, 10, 12, 13, 4, 8, 12. എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഓരോന്നും എക്സ് ബാർ ചെയ്യുന്നത്, അതായത് 9 ആണ് എക്സ് ബാർ. അപ്പോൾ എത്രയാണ് ഡിഫറൻസ് എന്നാണ് ഇവിടെ എഴുതേണ്ടത്. 6 - 9 is -3, 7 - 9 -2, 1, 3,
4 മൈനസ് 5 മൈനസ് 1 3. ഇനി അടുത്ത കോളത്തിൽ ഇതിനെ സ്ക്വയർ ചെയ്ത് എഴുതാം. സോ 9 4 1 9 16 25 1 9. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 74. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 74 ആണ് വരുന്നത്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഈ 74 ആണ് ഇതിൻ്റെ സമ്മ് എന്ന് വെച്ചാൽ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് 74. അപ്പോൾ ഇനി വേരിയൻസ് കാണാം. വേരിയൻസ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ 74ഉം നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 8ഉം ദാറ്റ് ഈസ് ഈക്വൽ ടു 74 ബൈ 8 ഇസ് 9.25. അപ്പോൾ വേരിയൻസ് കിട്ടി. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിഗ്മ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ടാണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 9.25. അതിൻ്റെ സ്ക്വയർ റൂട്ടാണ് 3.041. സ്ക്വയർ റൂട്ടൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേഷൻസൊക്കെ ഫുള്ള് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കാൽക്കുലേഷൻസ് ഒന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഇനി അടുത്ത ടൈപ്പാണ് നമ്മുടെ ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ അൺഗ്രൂപ്ഡ് ഡാറ്റയാണ് ഇവിടെ. അപ്പോൾ അൺഗ്രൂപ്ഡ് ഡാറ്റ വരുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് എന്താ കാണേണ്ടത്? ഇവിടെ മീൻ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇപ്പോൾ മീൻ കാണാൻ പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ എൻ വെച്ചിട്ടുമാണ് മീൻ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്ക് മീൻ കാണാതെ, അത് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ അറിയാവുന്നതുകൊണ്ട് അടുത്ത കോളത്തിൽ എക്സ് ഐ എഫ് ഐ കാണുക. അപ്പോൾ ഇത് 3 8 13 18 23. എഫ് ഐ 7 10 15 10 ആൻഡ് 6. എക്സ് ഐ എഫ് ഐ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 21 80 പിന്നെ 15 ഇൻറ്റു 13 5 3s are 15 5 plus 3 8 plus 1 9. അപ്പോൾ 195 then 180 8 1 12 plus 1 13. ഇപ്പോൾ സിഗ്മ എക്സ് ഐ എഫ് ഐ ഡിവൈഡഡ് ബൈ എൻ ആണ് എക്സ് ബാർ. അപ്പോൾ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ എഫ് ഐ അല്ലെങ്കിൽ എഫ് ഐ എക്സ് ഐ എങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. അതുപോലെ നമ്പർ ടോട്ടൽ എഫ് ഐ ഫ്രീക്വൻസിയുടെ സമ്മ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 48 ആണ് വരിക. സിഗ്മ എഫ് ഐ എക്സ് ഐ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സമ്മ് 614 ആണ്. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ് ബാർ കിട്ടും. എക്സ് ബാർ ഇസ് ഈക്വൽ ടു 614 ഡിവൈഡഡ് ബൈ 48. ഓക്കെ, അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെയ്യാം. ഇനി നമുക്കതൊന്നും അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കാണണമെങ്കിൽ അതിൻ്റെ ഫോർമുല, ഈ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടുള്ള ഫോർമുല ഉണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുലയിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത ഫോർമുലയിൽ നിന്ന് എടുക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ മൈനസ് സിഗ്മ എഫ് ഐ എക്സ് ഐ ഹോൾ സ്ക്വയർ. ഞാൻ ഈ ഫോർമുലയാണ് എടുത്തത്. നിങ്ങൾക്ക് അതിലത്തെ ഏത് ഫോർമുല വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഈ ഫോർമുലയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിലത്തെ n പുറത്തേക്ക് എടുത്തിട്ടുള്ളതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ n പുറത്തേക്ക് എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, പക്ഷേ കോമൺ ഒക്കെ പുറത്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക, തെറ്റിക്കാതെ ചെയ്യുക. അപ്പോൾ ഇവിടെ വേണ്ടത് എക്സ് ഐ സ്ക്വയർ വേണം, എഫ് ഐ എക്സ് ഐ ഒക്കെ വേണം അല്ലേ. അപ്പം നമുക്ക് നെക്സ്റ്റ് കോളത്തിൽ എന്ത് കാണാം? എക്സ് ഐ സ്ക്വയർ കാണാം. പിന്നത്തെ കോളത്തിൽ എഫ് ഐ എക്സ് ഐ സ്ക്വയറും കാണാം. എക്സ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഐനെ സ്ക്വയർ ചെയ്യുക. സോ 3 സ്ക്വയർ ഇസ് 9, പിന്നെ 8 സ്ക്വയർ ഇസ് 64, 13 സ്ക്വയർ 169, 18 സ്ക്വയർ 324, 23 സ്ക്വയർ 529.
പിന്നെ എഫ് ഐ എക്സ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് ഐ എക്സ് ഐൻ്റെ കൂടെ എക്സ് ഐ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. എഫ് ഐ എക്സ് ഐ ഇൻറ്റു എക്സ് ഐ. അല്ലെങ്കിലോ എഫ് ഐയും എക്സ് ഐ സ്ക്വയറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എഫ് ഐ എക്സ് ഐ സ്ക്വയർ കിട്ടും. അപ്പോൾ 7 9s are 63. 10 into 64 640. 15 into 169 2535. പിന്നെ 10 into 324 3240. പിന്നെ ലാസ്റ്റ് രണ്ടെണ്ണം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3174. ഇത് നമ്മൾ ആഡ് ചെയ്യുക. ഇതാണ് സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ. ഇത് ആഡ് ചെയ്യുമ്പോൾ 9652 ആണ് നമുക്ക് സമ്മ് കിട്ടുന്നത്. ഇനി അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 1/n എന്ന് വെച്ചാൽ 48 ഇൻറ്റു റൂട്ട് ഓഫ് n എത്രയാണ്? n 48 ഇൻറ്റു സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ എന്ന് വെച്ചാൽ ഇൻറ്റു 9652 മൈനസ് സിഗ്മ എഫ് ഐ എക്സ് ഐ എന്ന് വെച്ചാൽ 614 ആണ്. 614 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/48 ഇൻറ്റു റൂട്ട് ഓഫ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ 4,63,296 മൈനസ് 614 സ്ക്വയർ എന്ന് വെച്ചാൽ 376,996. അത് സബ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. സോ 148 ഇൻറ്റു 293.77 വിച്ച് ഇസ് ഈക്വൽ ടു 6.12. അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. മീൻ 614 ഡിവൈഡഡ് ബൈ 48 ചെയ്താൽ മീൻ കിട്ടും. പിന്നെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഫോർമുലാസ് നിങ്ങൾ നോക്കുക. ഫോർമുലാസ് പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് സിമ്പിളാണ്. ഫോർമുലാസ് ഓർത്തിരിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു 1/n റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ എഫ് ഐ എക്സ് ഐ സ്ക്വയർ മൈനസ് സിഗ്മ എഫ് ഐ എക്സ് ഐ ഹോൾ സ്ക്വയർ. ഒന്നെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എന്നും യൂസ് ചെയ്യാം കേട്ടോ. ഏത് ഫോർമുലയും യൂസ് ചെയ്യാം. അതിനൊക്കെ കാൽക്കുലേഷൻസ് ഒരുപാട് വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫോർമുലയിലേക്ക് മാറിയത്. പിന്നെ നെക്സ്റ്റ് വൺ, കാൽക്കുലേറ്റ് മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ തന്നിരിക്കുന്ന ക്ലാസ്സസ് തന്നിട്ടുണ്ട്. 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80, 80 to 90, 90 to 100. ഫ്രീക്വൻസി തന്നിരിക്കുന്നത് 3, 7, 12, 15, 8, 3, 2. അപ്പോൾ ഇവിടെ നമ്മൾ കോളം ആക്കിയിട്ട് എഴുതാൻ പോകുന്നത്. ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, എസ്യൂംഡ് മീനൊക്കെ വെച്ചിട്ട്. ആ മെത്തേഡിലാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അതിന് ഷോർട്ട് കട്ട് മെത്തേഡ് എന്നും പറയും. അതാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ വളരെ സിമ്പിളാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു മെത്തേഡിലേക്ക് പോവുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ക്ലാസ്സസ് തന്നിട്ടുണ്ട്, അതേപോലെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. 3, 7, 12, 15, 8, 3, 2 ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇനി എക്സ് ഐ എന്ന് പറയുന്നത് ക്ലാസ്സസിൻ്റെ മിഡ് വാല്യൂസ് ആണ്. അപ്പോൾ അത് ഞാനിവിടെ എഴുതി. 35, 45, 55, 65, 75, 85, 95. ഇതിനകത്ത് നിന്ന് ഏകദേശം ഈ എക്സ് ഐ വാല്യൂസ് ഏകദേശം നടുക്ക് വരുന്ന അതിനെയാണ് നമ്മൾ എസ്യൂംഡ് മീൻ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് സെൻറ്റർ. അപ്പോൾ ഇത് ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷനാണ്. 1, 2, 3, 4, 5, 6, 7 ആണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് സെൻറ്റർ കിട്ടുമല്ലോ. 7 ആകുമ്പോൾ നമുക്ക് 4th ഒബ്സർവേഷൻ സെൻറ്ററായിട്ട് എടുക്കാമല്ലോ. ഇപ്പുറത്തും 3 ഒബ്സർവേഷൻ, ഇവിടെയും 3 ഒബ്സർവേഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എസ്യൂംഡ് മീൻ എ എന്ന് പറയുന്നത്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 65 എന്ന് എടുത്തു. അത് എസ്യൂം ചെയ്യുന്ന ഒരു മീൻ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.
കറക്റ്റ് മീൻ ആവണമെന്നൊന്നുമില്ല, അതാണ് അസ്യൂംഡ് മീൻ. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് അല്ല, ചിലപ്പോൾ കറക്റ്റ് ആവാം, ചിലപ്പോൾ കറക്റ്റ് ആവില്ല. പക്ഷേ ഇതിനെ നമുക്ക് മീൻ, ശരിക്കുള്ള മീൻ നമ്മൾ ഇത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അസ്യൂംഡ് മീൻ എന്ന് പറയാൻ കാരണം, ജസ്റ്റ് വി ആർ അസ്യൂമിങ് എ മീൻ, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് കോളം നമുക്ക് വേണ്ടത് യു ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. യു ഐൻ്റെ ഫോർമുല എന്തായിരുന്നു? എക്സ് ഐ മൈനസ് അസ്യൂംഡ് മീൻ ഡിവൈഡഡ് ബൈ ക്ലാസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ 30, 40, 40 to 50, അവിടെ 10 ആണ് ക്ലാസ് ഇൻ്റർവൽ വരുന്നത്. ഇനി നോക്കി, ഈ സിംപ്ലിഫിക്കേഷനാണ് ഭയങ്കര സിമ്പിളാണ് ഇതിൻ്റെ. അപ്പോൾ 35, എക്സ് ഐ എന്ന് പറയുന്നത് 35 ആദ്യത്തെ വാല്യൂ, 35 മൈനസ് അസ്യൂംഡ് മീൻ. അപ്പോൾ 35 മൈനസ് 65, 35 മൈനസ് 65 ഇസ് മൈനസ് 30. മൈനസ് 30 ബൈ ക്ലാസ് ഇൻ്റർവൽ ഇസ് 10, ദാറ്റ് ഇസ് മൈനസ് 3. ഒന്നും കൂടെ പറയാം, എക്സ് ഐ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാല്യൂ എടുത്തു, 35 എടുത്തു, 35 മൈനസ് 65 എടുത്തു, 35 മൈനസ് 65 ഇസ് മൈനസ് 30, മൈനസ് 30 ബൈ 10 ഇസ് മൈനസ് 3. അതേപോലെ 45 മൈനസ് 65 എന്ന് വെച്ചാൽ മൈനസ് 20, മൈനസ് 20 ബൈ 10 ഇസ് മൈനസ് 2. 55 മൈനസ് 65 ഇസ് മൈനസ് 10, മൈനസ് 10 ബൈ 10 ഇസ് മൈനസ് 1. പിന്നെ ഇത് 0, 65 മൈനസ് 65 എന്ന് പറഞ്ഞാൽ 0 അല്ലേ. 75 മൈനസ് 65 എന്ന് വെച്ചാൽ 10, 10 ബൈ 10 ഇസ് 1. ഇതിങ്ങനെ ഇതേപോലെ തന്നെ കേട്ടോ താഴേക്ക് ഇങ്ങനെ വരിക. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഇപ്പോൾ സ്റ്റാർട്ടിങ് എങ്ങനെയാണോ ആദ്യത്തെ മാത്രം നോക്കുക, പിന്നെ ഇങ്ങനെ കംപ്ലീറ്റ് നമുക്ക് എഴുതാൻ പറ്റും. -3 സ്റ്റാർട്ട് ചെയ്താൽ -3, -2, -1, 0, 1, 2, 3 ആ ഫോമിലേ പോവുള്ളൂ. അപ്പോൾ എത്രയിൽ ആദ്യത്തെ വാല്യൂ നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ യു ഐ കിട്ടി. ഇനി യു ഐ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതെന്താണ്, നമ്മുടെ ഫോമിൽ എന്താ, എക്സ് ബാർ അസ്യൂംഡ് മീൻ പ്ലസ് എ പ്ലസ് സിഗ്മ എഫ് ഐ യു ഐ ഡിവൈഡഡ് ബൈ ക്ലാസ് ഇൻ്റർവൽ, ഡിവൈഡഡ് ബൈ ക്ലാസ് ഇൻ്റർവൽ 10 അല്ലേ ക്ലാസ് ഇൻ്റർവൽ, സോറി ഡിവൈഡഡ് ബൈ ക്ലാസ് ഇൻ്റർവൽ അല്ല, ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി സിഗ്മ എഫ് ഐ അല്ലെങ്കിൽ ക്യാപിറ്റൽ എൻ ഇൻറ്റു എച്ച്. അപ്പോൾ അസ്യൂംഡ് മീൻ ഇവിടെ 65 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 65 പ്ലസ് സിഗ്മ എഫ് ഐ യു ഐ കണ്ടുപിടിക്കണം ഇനി. അപ്പോൾ ഇവിടെ യു ഐ ഉണ്ട്, എഫ് ഐ ഉണ്ട്, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എഫ് ഐ ഇൻറ്റു യു ഐ വരുന്നത്. അപ്പോൾ എന്താ വരിക, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -9, -14, -12, 0, then 8, 6, 6. ഇതിൻ്റെ സമ്മാണ് നമ്മുടെ സിഗ്മ എഫ് ഐ യു ഐ ആയിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഐ യു ഐ ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ സം എത്രയാണ്, ഇവിടെ ആദ്യം ആഡ് ചെയ്യുക, അതേപോലെ ഇത് ആഡ് ചെയ്യുക, കംപ്ലീറ്റ് ആഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് -15 ആണ് കിട്ടുന്നത്. അപ്പോൾ അതിവിടെ യൂസ് ചെയ്യാം. 65 പ്ലസ് സിഗ്മ എഫ് ഐ യു ഐന് പകരം -15 ഡിവൈഡഡ് ബൈ ടോട്ടൽ, ഇതിൻ്റെ സം എത്രയാണ്, സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഫ്രീക്വൻസി 50 ആണ്. സിഗ്മ എഫ് ഐ ഇസ് ഈക്വൽ ടു 50. ഇപ്പോൾ ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു ക്ലാസ് ഇൻ്റർവൽ ഇസ് 10. ദാറ്റ് ഈസ് 65 പ്ലസ് ഇവിടെ 10 ഇവിടെ 5 ടൈംസ്, 10 ഇവിടെ 5 ടൈംസ്, 5 ഇവിടെ -3. അപ്പോൾ 65 -3 ദാറ്റ്സ് ഈക്വൽ ടു 62. അപ്പോൾ മീൻ കിട്ടി 62 കണ്ടോ. അപ്പോൾ 65 നമ്മുടെ അസ്യൂംഡ് മീൻ ആയിരുന്നു, ഇപ്പോൾ കിട്ടിയത് 62 ആണ്. അപ്പോൾ ശരിക്കുള്ള മീൻ 62 ആണ്. ഓക്കെ, അപ്പോൾ മീൻ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു അസ്യൂംഡ് മീൻ പ്ലസ് സിഗ്മ എഫ് ഐ യു ഐ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എച്ച്. ഷോർട്ട് കട്ട് മെത്തേഡ് എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻസ് കണ്ടോ വളരെ സിമ്പിളാണ്. അസ്യൂംഡ് മീൻ 65, ഇപ്പോൾ 65 തന്നെ എടുക്കണം എന്നൊന്നുമില്ല. ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു 55 എടുത്തു കഴിഞ്ഞാൽ മീൻ കൂടുതലാണെങ്കിൽ എന്ത് വരും, ഇവിടെ പ്ലസ് ആയിട്ട് ആഡ് ചെയ്ത് നമുക്ക് കറക്റ്റ് വാല്യൂ എന്തൊക്കെയാണെങ്കിലും അവസാനം 62 കിട്ടും ഈ ഒരു പ്രോബ്ലത്തിൽ. അസ്യൂംഡ് മീൻ ഏതാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ വാല്യൂ എന്തായാലും മാറി മീൻ കറക്റ്റായിട്ട് 62 തന്നെ എത്തും. ഓക്കെ, അപ്പോൾ കഴിയുന്നതും നമ്മൾ മിഡ് വാല്യൂ ആയിട്ടാണ് നമ്മളെപ്പോഴും എടുക്കുക അസ്യൂംഡ് മീൻ. പിന്നെ ചെയ്യേണ്ടത് യു ഐ കാണുക, എക്സ് ഐ മൈനസ് എ ഡിവൈഡഡ് ബൈ ക്ലാസ് ഇൻ്റർവൽ. എ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ ആണ് കേട്ടോ.
അപ്പോൾ ഓരോ ഇതും xi മൈനസ് 35 മൈനസ് assumed mean ഡിവൈഡഡ് ബൈ 10 അങ്ങനെ ui കിട്ടി. പിന്നെ fi ui, ഈ fi uiയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് x ബാർ കാണാം. എക്സ് ബാർ എന്ന് പറയുന്നത് എ പ്ലസ് സിഗ്മ fi ui ഡിവൈഡഡ് ബൈ n ഇൻറ്റു h. സിംപ്ലിഫൈ ചെയ്തപ്പോൾ മീൻ കിട്ടി. ഇനി നമ്മുടെ ഫോർമുല നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ കാണാനുണ്ട് അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ എന്തൊക്കെ വേണം? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് കാണാം ആദ്യം. വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് ആണല്ലോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ വേരിയൻസ് ഇസ് ഈക്വൽ ടു h സ്ക്വയർ ബൈ n സ്ക്വയർ ഇൻറ്റു n ഇൻറ്റു സിഗ്മ fi ui സ്ക്വയർ മൈനസ് സിഗ്മ fi ui ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ fi ui സ്ക്വയർ കാണാനുണ്ട്. ഇനി ui കിട്ടി, fi ui ഉണ്ട്. ഇനി നെക്സ്റ്റ് കാണേണ്ടത് fi ui സ്ക്വയർ. fi ui സ്ക്വയർ കാണണമെങ്കിൽ fiയും uiയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ fi ui സ്ക്വയർ കിട്ടും. അല്ലെങ്കിൽ fi uiൻ്റെ കൂടെ നമ്മൾ uiയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 27, 28, 12. ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇത് രണ്ടും കൂടെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ് fi ui ഇൻറ്റു ui. അപ്പോൾ 27, 28, 12, 0, 8, 2 6 at 12, 18. ഇതിൻ്റെ സമ്മ് കാണണം. ഇതിൻ്റെ സമ്മ് എന്ന് പറയുമ്പം ആഡ് ചെയ്യുമ്പോൾ 105. ഓക്കെ, ഇനി ഇതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു h സ്ക്വയർ. h എന്താണ്? ക്ലാസ് ഇൻ്റർവെലാണ്. അപ്പോൾ 10 സ്ക്വയർ ബൈ n സിഗ്മ ഫ്രീക്വൻസി ഇവിടെ 50 ആണ്. അപ്പോൾ 10/50 ഹോൾ സ്ക്വയർ. രണ്ടിനും സ്ക്വയർ ഉള്ളതുകൊണ്ട് ഒന്നിച്ച് എഴുതി. ഇൻറ്റു n 50 ഇൻറ്റു സിഗ്മ fi ui സ്ക്വയർ ഇപ്പോൾ കിട്ടിയത് 105 മൈനസ് സിഗ്മ fi un മൈനസ് 15 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഈ സീറോസ് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/5 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/25 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5250 മൈനസ് 225. ദാറ്റ്സ് ഈക്വൽ ടു 201. So standard deviation is equal to root of variance. Variance in the square root and standard deviation, which is equal to root of 201, which is equal to 14.18. അതാണ് വേരിയൻസ്. ഇപ്പോൾ ഫോർമുല പഠിക്കുക. ഫോർമുല പഠിച്ചാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ്, 2 plants A and B of a factory show following results about the number of workers and the wages paid to them. 2 പ്ലാന്റ് ഉണ്ട്, എയും ബിയും. അവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ് ഫസ്റ്റ് പ്ലാന്റിൽ 5000, സെക്കൻഡ് പ്ലാന്റിൽ 6000. ആവറേജ് മന്ത്ലി വേജസ് എന്ന് പറഞ്ഞാൽ മീൻ രണ്ടിലും സെയിം ആണ്. ഉണ്ടോ? മീൻ ഇവിടെ തന്നിരിക്കുന്നത് സെയിം ആണ്. പിന്നെ വേരിയൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പ്ലാന്റിൽ 81ഉം സെക്കൻഡ് പ്ലാന്റിൽ 1000ഉം. In which plant A or B is there greater variability in individual wages? അപ്പോൾ ഏതാണ് ഗ്രേറ്റർ വേരിയബിൾ? അപ്പോൾ ഗ്രേറ്റർ വേരിയബിൾ ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ആണ്. ദാറ്റ് ഇസ് സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. അപ്പോൾ സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, എക്സ് ബാർ രണ്ടിലും സെയിം ആണ്. അപ്പോൾ എക്സ് ബാർ സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ മാത്രം കമ്പയർ ചെയ്താൽ മതി. പിന്നെ ഇത് മുഴുവൻ ചെയ്ത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആകെ ചെയ്യേണ്ടത് സിഗ്മ രണ്ട് കേസിലും കാണാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ പ്ലാന്റ് എയിൽ സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സിഗ്മ സ്ക്വയർ 81 ആണ് പ്ലാന്റ് എയിൽ. പ്ലാന്റ് ബിയിൽ സിഗ്മ സ്ക്വയർ 1000 ആണ്. 1000 അല്ല, 100 ആണ്. സോറി, 100 ആണ്. ഇത് പ്ലാന്റ് ബിയിൽ, ഇത് പ്ലാന്റ് എയിൽ. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി തന്നിരിക്കുന്നത്. സോറി, വേരിയൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ കാണും? ഇത് വേരിയൻസ് ആണ്.
അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ആവശ്യം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ, അപ്പോൾ ഇതിൻ്റെ റൂട്ട് 9, ഇവിടെ ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ ഇത് ഫസ്റ്റ് വണ്ണിൻ്റെയും ഇത് സെക്കൻഡ് വണ്ണിൻ്റെയും. ഇപ്പം നമുക്കിവിടെ മീന് രണ്ടിനും സെയിം ആയതുകൊണ്ട് സിഗ്മ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രം ഒന്ന് കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് ഓർക്കുക. മീൻ സെയിം ആണെങ്കിൽ ഈ ഫോർമുലയുടെ ആവശ്യം വരുന്നില്ല. ഹിയർ മീൻ ഇസ് സെയിം. അങ്ങനെയാണെങ്കിൽ ഏതിനാണ് കൂടുതൽ വേരിയബിലിറ്റി? ഏതിനാണോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലായിട്ട് വരുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ കൂടുതൽ വരുന്നത് ഇതിനാണ്, പ്ലാന്റ് ബിക്കാണ്. ഇത് പ്ലാന്റ് എൻ്റെ ആണ്, ഇത് പ്ലാന്റ് ബിയുടെ ആണ്. പ്ലാന്റ് ബിക്കാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ പ്ലാന്റ് വിത്ത് ഗ്രേറ്റർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിൽ ഹാവ് മോർ വേരിയബിലിറ്റി. അപ്പോൾ എന്താ എഴുതണ്ടേ? therefore പ്ലാന്റ് വിത്ത് മീൻ സെയിം ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രം കമ്പയർ ചെയ്യുക. ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. പ്ലാന്റ് വിത്ത് ഗ്രേറ്റർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ will have more variability. അപ്പോൾ ഇവിടെ കൂടുതൽ വന്നത് പ്ലാന്റ് ബിക്കാണ്. therefore പ്ലാന്റ് ബി ഹാസ് ഗ്രേറ്റർ വേരിയബിലിറ്റി. പ്ലാന്റ് ബിക്കാണ് കൂടുതൽ വേരിയബിലിറ്റി ഉള്ളത്. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും ആണ്. അതിൽ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, രണ്ടാമത്തതാണ് അൺഗ്രൂപ്ഡ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് കേസ്, മൂന്നാമത്തെ കണ്ടിന്യൂസ്. അപ്പോൾ 3ഉം ശരിക്കും ചെയ്ത് പഠിക്കുക. 3നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം ഫോക്കസ് ഏരിയ ഇതായതുകൊണ്ട് ഇതിനകത്തു നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ 3 പാർട്ടും ശരിക്കും ചെയ്ത് പഠിക്കുക. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.